ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവരാത്രിയുടെ 2ാം ദിവസമാണ്. എല്ലാവർക്കും ആശംസകൾ. അതേപോലെ ഇന്ന് നമ്മൾ ദേവി ബ്രഹ്മചാരിണിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ശൈലപുത്രി, ഹിമവാന്റെ പുത്രിയായിട്ട്, അതായത് ശിലയുടെ പുത്രിയായിട്ട് ശൈലപുത്രിയായിട്ട് ജനിച്ചു. അതിനുശേഷം ഭഗവാനെ, മഹാദേവനെ വിവാഹം കഴിക്കാനായിട്ട് എന്താണ് മാർഗം എന്ന് അന്വേഷിച്ചപ്പോഴത്തേനും നമ്മുടെ നാരദരുടെ ഉപദേശപ്രകാരം തപസ് അനുഷ്ഠിക്കാൻ പോകുകയാണ്. ആ തപസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിന തപസ്സായിരുന്നു. നമ്മുടെ ത്രിലോകങ്ങളെയും വിറപ്പിച്ച തപസ്സായിരുന്നു. അങ്ങനെ ആ ഒരു തപസ്സിലിരിക്കുന്ന രൂപത്തിനെയാണ് നമ്മൾ ബ്രഹ്മചാരിണിയായിട്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പോൾ കയ്യിലൊരു കമണ്ഡലവും അതേപോലെ നമ്മുടെ ജപമാലയുമാണ് നമ്മുടെ ആ ഒരു രൂപത്തിൽ നമ്മൾ കാണുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി കുളിച്ച് നമ്മൾ വിളക്കത്തിൽ ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കളർ കോഡെന്ന് പറഞ്ഞാൽ റെഡ് കളറാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തായാലും ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം. രാവിലെ തന്നെ ഞാൻ കുളിച്ച് ഫ്രഷൊക്കെ ആയി. അതിനുശേഷം ശമ്പൂട്ടനും കൂടെ വന്നിട്ട് വിളക്ക് കൊളുത്താമെന്ന് കരുതി ആദ്യമേ ഞാൻ ഒരുക്കിയെല്ലാം വെച്ചു. എന്നിട്ട് കുഞ്ഞ് റെഡിയായി വന്നതിന് ശേഷം നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ വിളക്കൊക്കെ കൊളുത്തിയത്. പിന്നെ പതിവ് പോലെ സ്കൂളിൽ പോകേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ കേരളത്തിൽ നമ്മൾ 3 രൂപങ്ങളിലാണ് ദേവീനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു 3 ദിവസം 9 ദിവസത്തിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3ആയിട്ട് ദുർഗാദേവി, ലക്ഷ്മി ദേവി, സരസ്വതി ദേവി, അങ്ങനെ 3 രൂപങ്ങളായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ 9 ദിവസവും 9 രൂപങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയും അതേപോലെ പല ദുഷ്ടശക്തികളെയും സംഹരിക്കാനായിട്ടുള്ള അവതാര രൂപങ്ങളായിട്ടാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് ഡേ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഹാപ്പി നവരാത്രി. ഇന്ന് നവരാത്രിയുടെ 2nd ഡേ ആണ് കേട്ടോ.